സീറോ ബാലൻസ് അക്കൗണ്ട് എല്ലാവർക്കും തുടങ്ങാനായിട്ട് ഏറ്റവും ആഗ്രഹമുള്ളൊരു അക്കൗണ്ടാണ് സീറോ ബാലൻസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് സീറോ ബാലൻസ് അക്കൗണ്ട് നാഷണലൈസ്ഡ് ബാങ്കിൽ അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക്സിൽ ഏതൊക്കെയാണ് വരുന്നതെന്നാണ്. അപ്പോൾ ഈ അക്കൗണ്ട്സിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചാർജസ് എക്സ്ട്രാ വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. നിയോ ബാങ്ക്സിൻ്റെ കാർഡ്സോ അല്ലെങ്കിൽ അക്കൗണ്ട്സോ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. കസ്റ്റമർ സപ്പോർട്ടിൻ്റെ കാര്യത്തിലായാലും നമുക്കൊന്ന് ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂ പറയാനായിട്ടുള്ള കേസിലൊക്കെ നമുക്ക് ഈ കേസിൽ ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ടാണ് നമ്മൾ മെയിൻലി പ്രൈവറ്റ് ബാങ്കും അതേപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ അക്കൗണ്ട്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാങ്കിലും സീറോ ബാലൻസ് അക്കൗണ്ട് വരുന്നുണ്ട്. ബേസിക് സേവിങ്സ് ഡെപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ട് എന്ന സീരീസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബാങ്ക്സും ഇതിൽ കവേർഡ് ആണ്. ബട്ട് ഈ ഒരു അക്കൗണ്ട് നമ്മൾ മെയിൻലി എടുക്കാറുള്ളത് സ്കോളർഷിപ്പ് എമൗണ്ടൊക്കെ ക്രെഡിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്കതിൽ വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും അങ്ങനെ കുറേ ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ റെസ്ട്രിക്ഷൻസ് ആ അക്കൗണ്ട് ഉണ്ടാവും. നമുക്ക് ഇയർലി 1 ലക്ഷം വരെയൊക്കെയാണ് ട്രാൻസാക്ഷനൊക്കെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സീറോ ബാലൻസ് അക്കൗണ്ട് നോർമലി ഒരാൾക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ടുള്ള SBI ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള അക്കൗണ്ടിന് ആദ്യം നോക്കാം. നമ്മൾ നോർമലി SBI ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമ്മൾ 2000 രൂപയാണ് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഈ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന SBIയുടെ അക്കൗണ്ടിനൊക്കെ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യണമെന്നാണ് മുമ്പുണ്ടായിരുന്നത്. ആവറേജ് മന്ത്ലി ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇന്ന് ഫീസൊന്നും മേടിക്കില്ല. അങ്ങനത്തെ ഒരു ഓപ്ഷൻ SBI വന്നിട്ടുണ്ട്. SBI അങ്ങനത്തെ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിലൊരു പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ ഈ അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സിൽ കുറച്ച് ഡൗൺ ഗ്രേഡ് വരും. ബട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ അക്കൗണ്ട് സീറോ ബാലൻസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. മെയിൻലി നമുക്ക് ഈ അക്കൗണ്ട് ഓൺലൈനായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നിയറസ്റ്റ് നിങ്ങളുടെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ബ്രാഞ്ച് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും പറ്റും. യോണോ SBI എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിലാകെ കൂടി വരുന്ന ഫീസായിട്ടുള്ളത് ATM കാർഡിൻ്റെ റിന്യൂവൽ ഫീ ആണ് ഈ അക്കൗണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ SMS ചാർജസും ഈ അക്കൗണ്ടിൽ പഠിക്കുന്നുണ്ട്. ATMൻ്റെ റിന്യൂവൽ ഫീ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ അക്കൗണ്ടിനും ഡിഫറൻ്റ് ആയിട്ടാണ്. മാക്സിമം നമുക്ക് SBIയുടെ കാർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 400 രൂപ വരെയൊക്കെയാണ് മാക്സിമം ആയിട്ട് നിൽക്കുന്നത്. നോർമലി ഒരു കാർഡിന് 200 അല്ലെങ്കിൽ 249 പ്ലസ് GST ഒക്കെയാണ് നമുക്ക് ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് ആയിട്ട് വരുന്നത്. നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ടുള്ള കാനറ ബാങ്കിൻ്റെ ആസ്പെയർ എന്ന സീരീസ് അക്കൗണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ഈ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ SBI അക്കൗണ്ടിലാണെങ്കിൽ 18 വയസ്സ് മുതലുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ അക്കൗണ്ടിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് SBIയിൽ വരുന്നതെങ്കിൽ ഈ അക്കൗണ്ട് സീരീസിൽ ആസ്പെയർ എന്ന അക്കൗണ്ട് സീരീസിൽ മെയിൻലി യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. 17 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഈ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആസ്പെയർ അക്കൗണ്ടിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് നമുക്ക് ഈ അക്കൗണ്ടിൽ കിട്ടുന്ന കാർഡ് മിലേനിയ കാർഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മൂവി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഫ്രീ ബൈ 1 ഗെറ്റ് 1 മൂവി ടിക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അക്കൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേറെ ഫീസോ ഒന്നും ഡെബിറ്റ് കാർഡിന് പോലും വരുന്നില്ല. 28 വയസ്സ് കഴിഞ്ഞ് നോർമൽ അക്കൗണ്ടിലേക്ക് ഈ ആസ്പെയർ എന്ന അക്കൗണ്ട് കൺവേർട്ട് ആവുകയും ചെയ്യും. നാഷണലൈസ്ഡ് ബാങ്ക് തന്നെയായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു അക്കൗണ്ടാണ് ലൈറ്റ് അക്കൗണ്ട്. ലൈറ്റ് അക്കൗണ്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. നമുക്ക് ഈ അക്കൗണ്ടിൽ കൂടി വരുന്നത് ഡെബിറ്റ് കാർഡിൻ്റെ ചാർജസ് ആണ്. ഡെബിറ്റ് കാർഡിന് വരുന്ന ചാർജ് 300 രൂപ പ്ലസ് GST ആണ്. ബട്ട് നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് റുപ്പേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ്. റുപ്പേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് ആമസോണിലൊക്കെ നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് 100 രൂപയുടെ ഓഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് റീചാർജസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ കാർഡ് മൊത്തത്തിൽ ബെനിഫിറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. വേറെ ചാർജസ് ഒന്നും ഈ അക്കൗണ്ടിൽ പിടിക്കുന്നില്ല. ഇനി നമ്മൾ കുറച്ച് ആവറേജ് മന്ത്ലി ബാലൻസ് ഈ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. മെട്രോ ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ 3000 രൂപയും സെമി അർബൺ ഏരിയയിൽ 2000 രൂപയും നമ്മൾ കീപ്പ് ചെയ്തു. അതുപോലെ അർബൺ ഏരിയയിൽ നമ്മൾ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1000 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജസ് വേവ് ഓഫ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ഫീസ് മേടിക്കുന്നില്ല. ബട്ട് നമ്മളിത് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് സീറോ ബാലൻസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ബട്ട് കാർഡിന് ചാർജസ് വരുന്നുണ്ട്. 300 രൂപ പ്ലസ് GST ആണ് ചാർജ് വരുന്നത്. പ്രൈവറ്റ് ബാങ്ക് ആയിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ സെൽഫി അക്കൗണ്ട് വരുന്നുണ്ട്. ഈ അക്കൗണ്ട് നമുക്ക് ഓൺലൈനായിട്ടാണ് എടുക്കാൻ പറ്റുക. ഫെഡ് മൊബൈൽ എന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈ അക്കൗണ്ട് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുക. മെയിൻലി നമുക്ക് ഈ അക്കൗണ്ട് തുടങ്ങാനായിട്ട് വേണ്ടത് പാൻ കാർഡ്, ആധാർ കാർഡ്, അതേപോലെ തന്നെ ആധാർ കാർഡ് നമ്മൾ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. വീഡിയോ KYC കൂടിയും ഇതിൽ വരുന്നുണ്ടാവും. ബാങ്കിൽ പോയിട്ട് എടുക്കാൻ നിൽക്കരുത് ഈ കാർഡ് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നോർമൽ സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും തുടങ്ങാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ളത്. ക്രൗൺ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. ഈ ക്രൗൺ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡിന് നമുക്ക് ചാർജസ് വരുന്നുണ്ട്. 300 രൂപ പ്ലസ് GST ആണ് ഈ കാർഡിന് വരുന്ന ചാർജസ്. ഇയർലി നമുക്ക് കുറച്ച് ഫീച്ചേഴ്സും ഈ അക്കൗണ്ടിൻ്റെ കൂടെ വരുന്നുണ്ട്. 10 ചെക്ക് ലീഫാണ് നമുക്ക് ഇയർലി ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ക്യാഷ് വിഡ്രോവലിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് 3 വട്ടമാണ് ഫ്രീ ആയിട്ട് ക്യാഷ് വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്നത്. ഡെപ്പോസിറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചെയ്യുന്ന ഡെപ്പോസിറ്റിനൊക്കെ ചാർജസ് വരുന്നുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വേറൊരു അക്കൗണ്ടും കൂടി വരുന്നുണ്ട്.
ആ അക്കൗണ്ടിൻ്റെ പേര് യുവമിത്ര അക്കൗണ്ട് എന്നാണ്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഈ അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റുക. 25 വയസ്സിന് ശേഷം ഈ അക്കൗണ്ട് ഡിലൈറ്റ് സീരീസ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് ആവും. ഡിലൈറ്റ് സീരീസിൽ നമുക്ക് 3000 രൂപയാണ് മിനിമം മന്ത്ലി ബാലൻസ് വരുന്നത്. ഈ അക്കൗണ്ടിൽ നമുക്ക് 20 ചെക്ക് ലീഫ് വരെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. വിസ കാർഡാണ് നമുക്ക് ഈ അക്കൗണ്ടിൽ വരുന്നത്. വിസ ക്ലാസിക് കാർഡാണ് വരുന്നത്. ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ടാണ് അടുത്തായിട്ട് വരുന്നത്. ഇതിൽ വരുന്നൊരു കാര്യം, ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താലാണ് ഈ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുക. ബട്ട് ആ 10,000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ യൂസ് ചെയ്യാം. അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ അക്കൗണ്ടിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന കാർഡ് ഡിലൈറ്റ് കാർഡാണ്. ഇൻഡസ്ലാൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് കാർഡിന് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ബൈ 1 get 1 മൂവി ടിക്കറ്റൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 5% ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ ബട്ടണിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്. കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് 811 എന്ന അക്കൗണ്ടാണ് അടുത്തായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ അക്കൗണ്ടിൽ നമുക്ക് മെയിൻലി വരുന്നത് ഫിസിക്കൽ കാർഡിൻ്റെ ഫീസാണ്. ഫിസിക്കൽ കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫീസ് 299 രൂപ പ്ലസ് GST ആണ്. ബട്ട് നമ്മൾ വെർച്വൽ കാർഡാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിൽ ഫീസസ് ഒന്നും വരുന്നില്ല. ഈ അക്കൗണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് വരുന്നുണ്ട്. 1000 രൂപയാണ് ആദ്യം തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരിക. ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ് ഈ അക്കൗണ്ടിൽ വരുന്നുണ്ട്. മന്ത്ലി നമുക്ക് 10,000 രൂപ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ആണ് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചാർജസ് ഈടാക്കുന്നതാണ്. ചെക്ക് ബുക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ 75 രൂപ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ചെക്ക് ബുക്കൊക്കെ കിട്ടുക. ചെക്ക് ബുക്ക് വേണ്ടാത്ത ഒരാളാണെങ്കിൽ ആൾക്ക് ആ 75 രൂപ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡെയിലി നമുക്ക് ഈ കാർഡ് വഴി വിഡ്രോ ലിമിറ്റ് വരുന്നത് 25,000 രൂപയാണ്. അടുത്തതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബാങ്കാണ് AU ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട്. AU ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നത് 18 വയസ്സ് മുതലുള്ള ആൾക്കാർക്കാണ്. മെയിൻലി ഈ അക്കൗണ്ട് ഓൺലൈനായിട്ട് തന്നെയാണ് എടുക്കാൻ പറ്റുന്നത്. ഈ അക്കൗണ്ടിൻ്റെ കൂടെ കിട്ടുന്ന കാർഡ് AU ബാങ്കിൻ്റെ റുപ്പേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ്. നല്ലൊരു ഫീച്ചേഴ്സോട് കൂടി വന്നിരിക്കുന്ന ഒരു കാർഡായിരുന്നു ആദ്യം. നമുക്ക് കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് ഒക്കെ ആദ്യം തരുന്നുണ്ടായിരുന്നു 8 എണ്ണം. ബട്ട് ഇപ്പോൾ കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് നമുക്ക് കിട്ടുന്നില്ല. ബട്ട് ആമസോണിൻ്റെ 100 രൂപയുടെ ഓഫ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഈ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് കാർഡിന് ചാർജസ് എപ്പോഴും വരുന്നുണ്ട്. നമ്മളപ്പോൾ ഇന്ന് 7 അക്കൗണ്ട്സ് ആണ് ടോട്ടൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സീറോ ബാലൻസ് അക്കൗണ്ട്. നമുക്ക് അതുപോലെ തന്നെ സാലറി ആയിട്ടുള്ള ഒരു പേഴ്സണൊക്കെയാണ്. മിക്ക ബാങ്കുകളും സീറോ ബാലൻസ് അക്കൗണ്ട് സാലറിയുടെ പേഴ്സണ് കൊടുക്കാറുണ്ട്. മന്ത്ലി നമുക്ക് ആ സാലറി കറക്റ്റ് ക്രെഡിറ്റ് ആവണമെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് ഏത് അക്കൗണ്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്, പേഴ്സണലി നിങ്ങൾ ഏതൊക്കെ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അക്കൗണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഫിനാൻസ് റിലേറ്റഡ് കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.